ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഒരു വ്യക്തി ഒന്നെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ നശിക്കും എന്നത് അർത്ഥമുണ്ടോ? ഈ രണ്ടും ഇതിലില്ല. അതാണ് ഏറ്റവും വലിയ രസം. രണ്ടുമില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാൻ കാരണം, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിനിപ്പുറം ഒരു ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് വെറുക്കുന്നെങ്കിൽ അത് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടല്ലേ? ഉറപ്പായിട്ടും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ആ കുട്ടിയുടെ വൃത്തികെട്ട ഗെയിം കൊണ്ടാണ് നമ്മൾ വെറുക്കുന്നത്. അപ്പോൾ പോലും ഞാൻ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ച് ജനങ്ങൾ ഇത്രയും ഹേറ്റേഴ്സിന് ഇത്രയും പിടിച്ചു പറ്റിയൊരു കുട്ടിയാണത്, ഒരു കണ്ടസ്റ്റൻ്റാണത്. പക്ഷേ അവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും ബിഗ് ബോസ് എന്ന ഷോയെ കൊണ്ടുപോകുന്നത് ആരാണ്? ജാസ്മിനാണ്. പക്ഷെ ചെറിയൊരു തരത്തിൽ ജിൻഡോയും ഉണ്ട്. ജിൻഡോ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ജാസ്മിൻ കഴിഞ്ഞേ ഉള്ളൂ ജിൻഡോ. അതെ, കണ്ടന്റ് കൊടുക്കാൻ ജാസ്മിനാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് അങ്ങനെ. അതായത് ഒരു നല്ല ഗെയിമറാണ് അവൾ. ആക്ച്വലി അവൾ ബാക്കിയുള്ള ഗെയിമുകളും കാര്യങ്ങളും വെക്കുമ്പോൾ ഓക്കെയാണ്. അതായത് ടാസ്ക് കൊടുക്കുന്നു, അവൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റോബോട്ടിന്റെ ടാസ്ക് എത്ര മനോഹരമായിട്ടാണ്. വേറൊരാൾ അവളെ പ്രൊവോക്ക് ചെയ്തപ്പോൾ പോലും കണ്ണ് നിറഞ്ഞുകൊണ്ട് അവൾ ആ ഗെയിം ആ ടാസ്ക് ഏൽപ്പിച്ച് ജോലി ചെയ്തു. ഗംഭീര സാധനമാണ്. അവൾക്ക് പാളിപ്പോയതെന്ന് പറയുന്നത് പ്രണയ സ്ട്രാറ്റജിയിലാണ്. പക്ഷെ അതും ഒരു അഭിനയമാണെന്ന് തോന്നുന്നു. എപ്പോഴാന്ന് വെച്ചാൽ ഗബ്രി പോകുമ്പോൾ കരയുന്നു, ടാസ്ക് കൊടുക്കുമ്പോൾ കരയുന്നില്ല. അപ്പൊ ഇക്ക മനസ്സിലാക്കുന്നത് അതൊരു ഗെയിം കൊടുത്ത് വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള മൈൻഡാണോ? അല്ല, അത് ആക്ച്വലി അത് ഒരു പ്രണയ സ്ട്രാറ്റജി അവൾ ഉപയോഗിച്ചാണ് ഗെയിമായിട്ട്. പക്ഷെ എപ്പോഴൊക്കെ അവനിലോട്ട് അറിയാതെ അവൾക്കൊരു പ്രണയം വന്നു, പിന്നെ അവൾ ആലോചിക്കുക പുറത്ത് മറ്റേ പിന്നെ ട്വിസ്റ്റ് ആവും. അതായത് ഒരു വ്യക്തത ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ആ ഒരു കാര്യത്തിൽ. അവൾക്ക് പാളിപ്പോയെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി പല സമയങ്ങളിൽ. പക്ഷെ അവിടെ പെട്ടെന്ന് ഇറങ്ങി മാറാൻ പറ്റില്ല. മാറി അതിനെതിരെ പണി വീഴും. പക്ഷെ ഗബ്രി മാറി. പണി കിട്ടിയത് ജാസ്മിനാണ്. മനസ്സിലായി. അപ്പോൾ ജാസ്മിന് ഇത് വല്ലാത്തൊരു മൈൻഡിൽ കൂടെയാണ് സത്യത്തിൽ അവിടെ പോയത്. അവൾക്ക് പിന്നീട് എപ്പോഴൊക്കെ അവൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു, അതായത് പ്രണയ സ്ട്രാറ്റജി വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ സമയമുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് അതിനകത്തായിപ്പോയ ആൾ. എത്ര പേരെയോളം ഓഡീഷൻ ചെയ്തിട്ടായിരിക്കും 12 കണ്ടസ്റ്റന്റുകളായിട്ട് മാറ്റുന്നത്? അതായത് ഇതിനകത്ത് നമ്മളൊരു 100-100ഓളം പേര് ഇതിന് വേണ്ടി റെസ്യൂം അയക്കുന്നുണ്ട്. അതിലവർ കുറച്ച് പേര്, എല്ലാവരെയും ഈ അയക്കുന്ന എല്ലാവരും ഒന്നും വിളിക്കണമെന്നില്ല. കുറച്ച് പേര് അതിൽ നോക്കിയിട്ട് അവരുടെ പ്രൊഫൈൽ, ഇവർ പോലും അറിയാതെ തന്നെ അവരുടെ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിനുശേഷം അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ പേരെ വിളിക്കും. അവർ ഒരു 50-ന് മേളിലുള്ള ആൾക്കാരെ വിളിക്കുമെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഇത് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തും. ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ അത് ഫസ്റ്റ് സൂം മീറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സൂം മീറ്റിങ്ങിൽ പാസ്സാവുന്നവരെ പിന്നെ നേരിട്ടുള്ള അടുത്ത മീറ്റിംഗ് ഉണ്ട്. ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഫിറോസ് ഖാന് പറയാനുള്ള മറുപടി എന്തുവാ? ബിഗ് ബോസിൽ പോകാൻ എങ്ങനെയാണ് ഇതിന്റെ വഴി, എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്? അല്ല, വഴിക്ക് മുന്നേ ബിഗ് ബോസിൽ പോകാൻ ചുമ്മാ നമ്മളൊരു ക്യാമറയ്ക്ക് മുന്നിൽ വരാം എന്നൊരു ലാഘവത്തോടെ ഒരിക്കലും ബിഗ് ബോസിൽ പോകാതിരിക്കുക. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആദ്യം എന്തെന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു നന്മ മരം കളിച്ച് നമ്മൾ സുഖിച്ച് അവിടെ കിട്ടുന്ന മറ്റേ പേയ്മെൻറ്റും മേടിച്ച് അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു ശക്തമായ ഗെയിമാണ്. എല്ലാത്തരം വികാരങ്ങളും അതിലുണ്ടാകും. അത് പ്രൊവോക്കേഷൻ ഉണ്ടാകും. ഇതിനെയൊക്കെ തരണം ചെയ്ത് സർവൈവ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അപ്ലൈ ചെയ്യുക. 1. 2 പറയുന്നത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ. പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. 1, അവർ അവരുടെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഈ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവും. ഇതൊരു ഫെയിം ഘടകമാണോ? ഏതാണ് ഫെയിം? ഒരു ഘടകമല്ല. എത്രയോ പേര് നമ്മൾ എല്ലാ സീസണിലും നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരില്ലേ. ഇപ്പൊ എന്റെ സീസണിൽ തന്നെ ഡിംപിൾ ബാൽ അത്രയും ഇതായിട്ടൊന്നും, ഡിംപിൾ ബാലിനെ നേരത്തെ ഒന്നും ആർക്കറിയാം? ഇല്ല, ഇതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ അവരുടെ പേഴ്സണൽ അത് ഇവരുടെ ഇൻ്റർവ്യൂവിൽ മനസ്സിലാവും കേപ്പബിലിറ്റി ഉള്ള ഒരു ലേഡിയാണോ എന്നുള്ളത്. അപ്പോൾ ഇത് പോകാനുള്ള വഴികളെന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ബിഗ് ബോസിലേക്ക് വിളിക്കും. അതായത് അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ആ അഡ്രസ്സിലേക്ക് ഇവർ റെസ്യൂം അയക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കണക്ഷനും ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ തന്നെ മിക്ക സീസണിലും എനിക്ക് പരിചയം പോലും ഇല്ലാത്തവർ എനിക്ക് വന്ന് എൻ്റെ ഇൻബോക്സിലൊക്കെ വന്നിട്ട്, അപ്പം ഞാൻ അവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കുറച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ റെസ്യൂം എത്തിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ 5 പേരെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റെസ്യൂം ഏഷ്യാനെറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ ഇപ്പം അതിനകത്തുണ്ട്, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാർക്കാന്ന് ഒരിക്കലും എന്നിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഞാൻ അദ്ദേഹം അതൊരാണാണ്. പക്ഷെ അല്ല, അത് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം ഞാൻ ചിലപ്പം വരുമായിരിക്കാം.
അത് നമ്മുടെ കയ്യിലല്ലല്ലോ. അല്ല നമ്മൾ അത് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ വിട്ടപ്പോഴും അദ്ദേഹം വന്ന് എന്നെ കണ്ടിട്ടൊക്കെയാണ് പോയത്. ഞാനപ്പോൾ പറഞ്ഞൊരു കാര്യം ഫിറോസ് ഖാൻ ഗെയിം പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഗെയിം പ്ലാൻ അയാൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാനും അയാളും തമ്മിൽ എന്താണ് വ്യത്യാസം? ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊന്നും പറ്റില്ല. അത് ഇതിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനേ പറ്റില്ല. അവിടെ ഇനി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോയാലും അത് നടക്കുന്ന കാര്യം. അങ്ങനെ ചെയ്തു പോയി ഫ്ലോപ്പ് ആയവർ അറിയാവുന്നവരുണ്ടോ പുറത്തുനിന്നുള്ള? പുറത്തുനിന്ന് അത് ഫ്ലോപ്പ് ആവുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ സീസണിൽ മറ്റേ ആൾ അങ്ങനെയാണോ വിജയിച്ചത്? ഈ രജിത്തേട്ടൻ ഒരു സീസണിൽ ഒറ്റയ്ക്ക് നിന്ന് ബാക്കിയുള്ളവരെല്ലാം ആക്രമിക്കപ്പെട്ട് അതെല്ലാം സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് ആ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ, ഒറ്റപ്പെട്ടു എന്നുള്ളത്. ബാക്കി എല്ലാവരും ആക്രമിക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറി കൊടുത്തവർ കുറേ പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ എല്ലാ സീസണും നോക്കിയാൽ മതി. അങ്ങനെ ഒറ്റപ്പെട്ട് ആ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ വേണ്ടി ചിലർ ചെല്ലുന്നു. അവർ ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായി പോകുന്നതൊക്കെയാണ് നമ്മൾ. ഈ ഫിറോസ് ഖാൻ ഈ നന്മമരം കളിക്കുന്നതുകൊണ്ട് ഇത്ര ദേഷ്യം എന്തുവാ? നന്മമരം കളിക്കുന്നതിനോട് ദേഷ്യമില്ല. ഈ നന്മമരം കളിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലാതെ നമ്മൾ ജീവിതത്തിൽ കളിക്കും നന്മമരം. ജീവിതത്തിൽ നന്മവരം കളിക്കും. ഈ പോകുന്നവരൊക്കെ ഈ നന്മവരം അവിടെ ചെന്ന് മാത്രം കളിക്കുക. ജീവിതത്തിലൊന്നും ഒരാളും നന്മവരം കളിക്കുമെന്ന് ഈ പോകുന്നവരാരും നന്മവരം ജീവിതത്തിൽ കളിക്കുന്നില്ലല്ലോ. ഫിറോസ് ഖാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിൻ്റെ ഒരിക്കലും അഭിനയിക്കാൻ പറ്റത്തില്ല? 1-2 ദിവസം നമ്മൾ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കും, പിന്നെ നമ്മുടെ തനി കുണം ഇറങ്ങും. അങ്ങനെ ഇറങ്ങാതെ അഭിനയിച്ച് നിന്ന് ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഫിറോസ് ഖാൻ ഏതാ? നമ്മൾ ബിഗ് ബോസിൽ കണ്ട ഫിറോസ് ഖാൻ ആണോ റിയൽ? ഇതാണോ റിയൽ? രണ്ടും റിയലാണ്. എനിക്ക് ഒരു ഗെയിം തന്നാൽ ഗെയിമിനെ ഗെയിമായിട്ട് കാണും. അത് ഞാൻ ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യമായിട്ട് വരും. പിന്നെ ഗെയിം കാരണം അത് ആ ഗെയിമും ആ പ്ലാറ്റ്ഫോമും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിൽ എങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതാക്കിയത്. ഇപ്പോൾ ഒരു പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഫുട്ബോളല്ല കളിക്കേണ്ടത്. ബോൾ വരുമ്പോഴത്തേക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും. അവിടെ ക്രിക്കറ്റ് തന്നെയാണ് കളിക്കേണ്ടത്. അടിക്കണം. അതാണ് എൻ്റെ സാധനം. നമ്മൾ ആ സിറ്റുവേഷൻ അറിഞ്ഞ് പെരുമാറുക. അടിച്ചടി പാളി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. ഒരെണ്ണവും പാളിപ്പോയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ പാളാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിയാടി അങ്ങനെ ചെയ്യാറ്. ഇന്ന് റോക്കി ഇടിക്കുന്നതിനേക്കാൾ മുമ്പ് മാരാർ ഇടിച്ചേനെ. മാരാറിന്റെ സീസണിൽ അതായത് ഭയങ്കര പ്രൊവോക്കേഷൻ മാരാർക്ക് ഉണ്ടായിരുന്നു. നാക്ക് കടിക്കുന്നു, ഭയങ്കര ദേഷ്യം. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം നമ്മൾ അതുവരെ കണ്ട മാരാരെയല്ല പിന്നീട് കണ്ടത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ നേരത്ത് നിങ്ങളോട് പറയുമോ നിങ്ങൾക്ക് കുറേ സപ്പോർട്ടുണ്ട്, ദേഷ്യമൊക്കെ കുറയ്ക്കണം, അടക്കണം, അങ്ങനെ പറയുമോ ശരിക്കും? ഒന്നാമത്തെ കാര്യം, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. അതിനകത്ത് ഞാൻ അതിനകത്ത് കയറിയതിന് ശേഷം പുറത്ത് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? ഇനി എത്ര പ്രൊവോക്കേഷൻ വന്നാലും എനിക്ക് പുറത്തുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെന്തോന്ന് പറയുക, ഈ 16 പേരല്ല, ഈ എത്ര ബിഗ് ബോസിലുള്ള ആൾക്കാർ വന്നാലും ലോകത്തുള്ള എത്ര പേര് വന്നാലും എനിക്ക് ഹരം കൂടത്തതിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എൻ്റെ ഗെയിം എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ശക്തരായി എനിക്കെതിരെ നിൽക്കുന്നവർക്ക് ഒരിക്കൽ പോലും വോട്ട് ചെയ്യാത്ത, നോമിനേറ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. നോമിനേഷനിൽ അവിടെ ഏറ്റവും എൻ്റെ കൂടെ സ്നേഹിച്ച് നിന്ന്, അതായത് ഒട്ടും ഗെയിം കളിക്കാത്ത നോബിയെ പോലെ ഉള്ളവർ, അതായത് പാവങ്ങളായിട്ടുള്ളവർ ആണ് ഞാൻ നോമിനേഷനിൽ. ഒരിക്കൽ പോലും കിടിലം ഫിറോസിനെയോ അങ്ങനെയുള്ള ശക്തരായിട്ടുള്ള ഗെയിമേഴ്സിനെ ഒന്നും ഞാൻ ഒരിക്കൽ പോലും നോമിനേറ്റ് ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എതിരാളികളെ വേണം. ഞാൻ എതിരാളികളെ വളർത്തി ഗെയിം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു 5 ഗോളുകളെങ്കിലും പോസ്റ്റിൽ വേണം. അവിടെ ഗോൾ അടിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഫ്രീ ആയിട്ടുള്ള പോസ്റ്റിൽ ഗോൾ അടിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതാണ് എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി.